കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അൻഷാദിന്റെ സുഹൃത്ത് എന്നിവരാണ് കറുകച്ചാൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. നീതു റോഡിൽ വഴി നടന്നു വരുമ്പോഴാണ് പിന്നാലെ വാഹനവുമായി എത്തി ഇടിച്ചു വീഴ്ത്തുന്നത്. ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വികാരനിർഭരമായ രംഗങ്ങളാണ് സംസ്കാര ചടങ്ങുകളിൽ കാണാൻ കഴിഞ്ഞത്. നമസ്കാരം. വഴിയാത്രക്കാരിയായ യുവതിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിലെന്ന് സൂചന. കോട്ടയം ചങ്ങനാശ്ശേരി കറുകച്ചാൽ കൂത്രപ്പള്ളി സ്വദേശിയായ രാധാകൃഷ്ണൻ്റെ മകൾ നീതുവാണ് കൊല്ലപ്പെട്ടത്. 36 വയസ്സുകാരിയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അൻഷാദിൻ്റെ സുഹൃത്ത് എന്നിവരാണ് കറുകച്ചാൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇന്നലെ രാവിലെ കറുകച്ചാൽ വെട്ടിക്കാവുങ്കൽ പൂവൻപാറപ്പടി റോഡിൽ വെച്ചാണ് സംഭവമുണ്ടായത്. ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന നീതു റോഡിൽ വഴി നടന്നു വരുമ്പോഴാണ് പിന്നാലെ വാഹനവുമായി എത്തി ഇടിച്ചു വീഴ്ത്തുന്നത്. ഈ ഒരു പോസ്റ്റിൻ്റെ ചുവട്ടിലായാണ് മൃതദേഹം കണ്ടത്. നാട്ടുകാർ അതുവഴി കടന്നു വന്ന ആൾ ഈ പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നീതുവിൻ്റെ സംസ്കാരം കൂത്രപ്പള്ളിയിലെ വീട്ടിൽ വെച്ച് നടന്നു. 2 പെൺമക്കളാണ് നീതുവിന്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവനന്ദനയും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നന്ദന എന്ന 2 കുട്ടികളാണുള്ളത്. വികാരനിർഭരമായ രംഗങ്ങളാണ് സംസ്കാര ചടങ്ങുകളിൽ കാണാൻ കഴിഞ്ഞത്. നീതുവിന് 2 സഹോദരിമാർ കൂടിയാണുള്ളത്. അച്ഛനും അമ്മയും ഒരു ആശ്രയം കൂടിയായിരുന്നു. നീതുവിൻ്റെ ജോലിയായിരുന്നു ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനം. കാഞ്ഞിരപ്പള്ളി സ്വദേശിയുമായി വിവാഹം കഴിഞ്ഞ നീതു കഴിഞ്ഞ 7 വർഷമായി ഈ ഭർത്താവിൽ നിന്നും അകന്ന് കഴിയുകയാണ്. ഇവർ തമ്മിൽ വിവാഹ ബന്ധം വേർപിരിക്കുന്നതിനുള്ള കേസ് നടപടികൾ ചങ്ങനാശ്ശേരി കുടുംബ കോടതിയിൽ നടന്നു വരുന്നതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. നീതു ജോലിക്ക് പോകുന്നതിനായി നടന്നു പോകുമ്പോഴാണ് പിന്നാലെ എത്തിയ ഒരു ഇന്നോവ കാർ ഇടിച്ച് വീഴ്ത്തുന്നത്. അത്രയ്ക്കും ദാരുണമായ ഒരു സംഭവമാണ്. വികാരനിർഭരമായ രംഗങ്ങളാണ് സംസ്കാര ചടങ്ങിൽ നടന്നത്. 2 പെൺമക്കളാണ്. ആ പെൺമക്കളെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് പോലും ബന്ധുക്കൾക്ക് കഴിയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. നീതുവിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ ആ കുട്ടികൾ അത് വിസമ്മതിക്കുകയായിരുന്നു. പിന്നെ ആ കുട്ടികളെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചേർന്നാണ് ആ പെൺകുട്ടികളെ ആശ്വസിപ്പിച്ചത്. അത്തരത്തിൽ വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് ആ വീട്ടിൽ കണ്ടത്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അൻഷാദിൻ്റെ സുഹൃത്ത് എന്നിവർ കറുകച്ചാൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്നോവ കാർ വാടകയ്ക്കെടുത്താണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 3-4 പേരിൽ നിന്നും കൈമറിഞ്ഞാണ് ഈ വാടക വാഹനം കാറ് അൻഷാദിൻ്റെ കയ്യിലെത്തിയത്. അൻഷാദ് കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തിയാണ്. സ്വകാര്യ സ്കൂളിൽ വാഹനവും ഓടിക്കുന്നു. രാത്രികാലങ്ങളിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തിയാണ്. ഈ കൊല്ലപ്പെട്ട നീതുവുമായി അൻഷാദിന് സൗഹൃദ ബന്ധമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതുമാത്രമല്ല, അൻഷാദ് മറ്റൊരാളുമായി സൗഹൃദത്തിന് പോവുകയും നീതു അത് ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിലൊരു വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ കലാശിച്ചിരിക്കുന്നതെന്നൊരു വിലയിരുത്തലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ കൊലപാതകം ഇപ്പോൾ പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തി വരികയാണ്. സംഭവ സ്ഥലത്ത് ഉൾപ്പെടെ പോലീസ് എത്തി തെളിവുകൾ ശേഖരിച്ചു. ഫോറൻസിക് അധികൃതർ പരിശോധന നടത്തുകയും ചെയ്തു. ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കറുകച്ചാൽ വെട്ടിക്കാവുങ്കൽ എന്ന സ്ഥലത്ത് ഞെട്ടിച്ചുകൊണ്ടൊരു കൊലപാതകമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതേസമയം ആ കുടുംബത്തെ, നീതുവിൻ്റെ കൂത്രപ്പള്ളിയിലുള്ള പുതുപ്പറമ്പിൽ കുടുംബത്തെ ആകെ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ്. പിതാവ് മീൻ കച്ചവടം നടത്തിയാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. 2 സഹോദരിമാരാണുള്ളത്. ഇത്തരത്തിൽ ഈ കുടുംബത്തിൻ്റെ കൂടി ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നത് ആയിരുന്നു ഈ നീതുവിൻ്റെ ജോലി. അങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്നതിനായി നടന്നു പോകുമ്പോഴാണ് പിന്നാലെ കാറിലെത്തി ആക്രമണം നടത്തിയത്. നീതു നടന്നു പോകുമ്പോൾ കാറിൽ പിന്നാലെ എത്തി ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. ഒരു പോസ്റ്റിൻ്റെ ചുവട്ടിലാണ് മൃതദേഹം കണ്ടത്. അതുവഴി നടന്നുപോയ ഒരു വ്യക്തിയാണ് ആദ്യം കാണുന്നത്. പിന്നീട് മറ്റൊരാളെ വിളിച്ചു വരുത്തുകയും ഈ നീതുവിനെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയും ശ്രമിക്കുകയായിരുന്നു. ഒരു ഓട്ടോറിക്ഷയിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് പോലീസ് വിവരം അറിയുന്നത്. ഇന്നലെ രാവിലെ നടന്ന സംഭവത്തിൽ രാത്രിയിൽ തന്നെ പോലീസ് ഈ പ്രതികളെ പിടികൂടിയിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അൻഷാദ്, ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. അതേസമയം ഈ വാഹനം വാടകയ്ക്ക് നൽകിയത് 3 പേർ കൈമാറിയാണ് ഈ വാഹനം അവരുടെ കൈകളിൽ എത്തിയിരിക്കുന്നത്. ഈ അൻഷാദൊക്കെ കൈകളിൽ എത്തി. അൻഷാദിൻ്റെ പരിചയമുള്ള ആളുകൾ തന്നെയാണ്. അങ്ങനെ അവരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ അവരുടെ പേരിൽ കാര്യമായ കേസൊന്നും ഉണ്ടാവില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അങ്ങനെ ശ്രമകരമായി തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഉടമകളിലേക്ക് പോലീസ് എത്തുകയും ഈ ഉടമ കൈമാറി വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. പിന്നീട് അൻഷാദിലേക്ക് എത്തുകയും അൻഷാദ്
ഇതുമായി വന്ന് രാവിലെ തന്നെ കൊലപാതകം നടത്തുകയുമായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ജില്ലാ പോലീസ് മേധാവിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചുള്ള വിവരം നൽകേണ്ടത്. അല്പസമയത്തിനകം തന്നെ പോലീസ് ഇയാളെ തെളിവെടുപ്പിനായി ഇവിടെ എത്തിക്കും, മറ്റ് കുറ്റങ്ങൾ ചുമത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.